ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോൾഡൻ സൺറൈസ് 111. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനും ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പച്ചക്കർപ്പൂരത്തിൻ്റെ ഗുണങ്ങളാണ് പറയാൻ പോകുന്നത്. പച്ചക്കർപ്പൂരത്തിന് ഒട്ടേറെ സവിശേഷതകളുണ്ട് അല്ലേ. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിനാണെങ്കിലും സൗന്ദര്യ സംരക്ഷണത്തിനാണെങ്കിലും ധനാകർഷണത്തിനാണെങ്കിലും പച്ചക്കർപ്പൂരം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ ഗുണങ്ങളാണ് ഓരോരോ കാര്യത്തിലും നമുക്ക് കിട്ടുന്നത് എന്നുള്ളതിനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം അല്ലേ. ആദ്യം നമുക്ക് ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയാം. അത് ആരോഗ്യപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പച്ചക്കർപ്പൂരം നമ്മളെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കോൾഡ്, ശ്വാസം മുട്ടൽ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മിക്കവരും ആവി പിടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ ആവി പിടിക്കുന്ന വെള്ളത്തിനകത്ത് ഒരു കഷ്ണം ഈ പച്ചക്കർപ്പൂരം ഇട്ടിട്ട് ആ വെള്ളം ആവി പിടിക്കുകയാണെങ്കിൽ മൂക്കടപ്പ് പോലുള്ളത്, പിന്നെ എന്തുവാ, നമ്മുടെ തലയിൽ കഫക്കെട്ട് കൊണ്ട് നമുക്കുണ്ടാവുന്ന ആ ഒരു വിങ്ങലൊക്കെ ഉണ്ടല്ലോ, അസ്വസ്ഥത, അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് നമുക്ക് ആവി പിടിക്കുന്ന വെള്ളത്തിനകത്ത് ഇത് ഇട്ടിട്ട് ആവി പിടിച്ചാൽ മാറും, പെട്ടെന്ന് ശരിയാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അതിങ്ങനെ ഉരുക്ക് വെളിച്ചെണ്ണ എന്നും പറയും തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു ബ്രൗൺ കളറിൽ പീര നീക്കിയതിന് ശേഷം തെളിഞ്ഞ എണ്ണ വരുമ്പോഴത്തേനും അതിലൊരു കഷ്ണം മഞ്ഞളില്ലേ, റോ ആയിട്ടുള്ള മഞ്ഞൾ, പൊടിയൊന്നുമല്ല കേട്ടോ, നമ്മൾ ഈ കിളച്ചെടുത്ത് പുഴുങ്ങിയെടുക്കുന്ന മഞ്ഞളില്ലേ, ആ മഞ്ഞളിനെ ഇട്ട് തിളപ്പിച്ചിട്ട് ആ എണ്ണയ്ക്കകത്ത് ഈ പച്ചക്കർപ്പൂരവും കൂടി ഇട്ടിട്ട് ഒരു ചെറിയ ബൗളിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട്, നമ്മൾ ഈ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുഖമൊക്കെ വല്ലാണ്ട് ഡേർട്ടി ആയിരിക്കുമ്പം, നമ്മൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുമ്പോൾ, നമ്മുടെ മുഖത്ത് എന്തുവാണ് സ്കിന്നൊക്കെ വളരെ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് കുറേ മുമ്പായിട്ട് ഈ എണ്ണ, നമ്മളിപ്പോൾ ഈ കാച്ചി എടുത്ത് വെച്ചേക്കുന്ന ഈ എണ്ണ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് കഴുകി കളഞ്ഞിട്ട് ഡെയിലി നമ്മളങ്ങനെ ചെയ്യുവാണെങ്കിൽ ചർമ്മത്തിന് നല്ല തിളക്കം വരുന്നതായിട്ട് കാണാം, നല്ല സൗന്ദര്യം, നിറം വർദ്ധിക്കുന്നതായിട്ട് തോന്നും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഈ മുഖക്കുരുവൊക്കെ, ചിലവരുടെ മുഖക്കുരുവൊക്കെ വന്ന് മാറി അവിടെ പാടൊക്കെ കാണാം. ആ പാടൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ എണ്ണ നിരന്തരം യൂസ് ചെയ്യുന്നതിന് നമുക്ക് പറ്റും. പിന്നെ എന്തുവാ, നമ്മൾ ഇതേ എണ്ണയുണ്ടല്ലോ, നമ്മൾ ഈ കരപ്പനൊക്കെ ഉണ്ടായിട്ട് കൈക്കൊക്കെ ഇങ്ങനെ ഒരു പാടുകളൊക്കെ ഉണ്ടാവില്ലേ, ആ പാടുകളൊക്കെ മാറാനായിട്ട് ഈ എണ്ണ നിരന്തരം യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് തലയിലെ താരൻ കളയാനായിട്ട് നമ്മൾ ഒരു തവയ്ക്കകത്ത് ഇത്തിരി വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടാക്കിയിട്ട്, ഈ ചൂടാവുമ്പോൾ ഈ പച്ചക്കർപ്പൂരം ഇത്തിരി അതിലിട്ടിട്ട് ആ എണ്ണയിൽ മുക്കിയിട്ട് നമ്മൾ കുഞ്ഞുള്ളി വെച്ചിട്ട് ഇങ്ങനെ തലയിൽ വട്ടത്തിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഇറങ്ങി നമുക്ക് ഡാൻഡ്രഫിൻ്റെ ശല്യം അങ്ങ് ഒഴിവായിട്ട് മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണവും ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ ആരോഗ്യവശങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്കുണ്ട്. അപ്പോൾ നല്ലൊരു സൗന്ദര്യവർദ്ധക വസ്തുവും കൂടിയാണ്. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ എങ്ങനെ നമ്മുടെ ധനാകർഷണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അല്ലേ. നമുക്ക് പണം ആവശ്യമാണ്. പണം ആവശ്യമില്ലാത്തവരായിട്ട് ആരാളേ. അപ്പോൾ പണം ആവശ്യം വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്നും പണവരവ് ഉണ്ടാവാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും പൈസ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, ആ സ്ഥലത്ത് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോട്ടിനകത്ത് ഈ പച്ചക്കർപ്പൂരവും കൂടി വെച്ചിട്ട് ആ നോട്ടിനെ ഇങ്ങനെ മെല്ലെ ചുരുട്ടിയിട്ട് അതിൻ്റെ പുറകെ പച്ച റബ്ബർ ബാൻഡും കൂടി ഇട്ടിട്ട് ആ പൈസ വെക്കുന്നിടത്ത് കീപ്പ് ചെയ്യുക കേട്ടോ. അതെന്നും അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ ആ പൈസ കീപ്പ് ചെയ്യുന്ന ആ ഷെൽഫിനകത്താണെങ്കിലൊക്കെ നമ്മൾ അത് തുറക്കുമ്പോഴുള്ള ആ സ്മെല്ലും, അപ്പം കൂടുതൽ ധനത്തെ ആകർഷിക്കുന്നതാണ്. മഹാലക്ഷ്മിയാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുമ്പം, സുഗന്ധിപ്രിയ എന്ന് പറയുന്ന മഹാലക്ഷ്മിയുടെ ഒരംശം കർപ്പൂരത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതാണ് വിശ്വാസം. പിന്നെ നമുക്ക് കടബാധ്യതകളൊക്കെ തീർന്നാൽ തന്നെ നമ്മൾ ഏറെക്കുറെ മനസ്സിന് സമാധാനമായിട്ട് ഇരിക്കും അല്ലേ. അപ്പോൾ കടബാധ്യത തീർക്കുന്നതിലും ഈ പച്ചക്കർപ്പൂരത്തിന് നല്ലൊരു പങ്കുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മാസത്തിൽ 2 മൈത്രേയ മുഹൂർത്തങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ മൈത്രേയ മുഹൂർത്തത്തിൽ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കവർ എടുക്കുന്നു. നമുക്കിപ്പോൾ എവിടെയാണോ കടബാധ്യതയുള്ളത് ആ കടബാധ്യത കൊടുത്തു തീർന്നു എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഒരു ബാങ്കിലാണെന്നിരിക്കട്ടെ, ഇന്ന ബാങ്കിൽ ഞാൻ ഇത്ര രൂപ കൊടുത്തു തീർന്നു എന്നുള്ളത് എഴുതി വെച്ചതിന് ശേഷം അതിൽ 1 രൂപയാണോ 1 രൂപ നാണയമാണോ നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആ കവറിൽ അതിട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു പച്ചക്കർപ്പൂരവും കൂടി ഇട്ടിട്ട് നമ്മൾ
അത് ഉപയോഗിക്കരുത് കേട്ടോ. എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ 2-3 മൈത്രേയ മുഹൂർത്തത്തിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ കടം തീർക്കാനായിട്ടുള്ള പുതിയ വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നതായിട്ട് കാണും. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ഈ കടങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ഈ പൈസ എന്ത് ചെയ്യാമെന്ന് വിചാരിക്കും. ഈ പൈസ ഒന്നുകിൽ ആ കടം തീർക്കാൻ തന്നെ നമുക്ക് മറ്റു പൈസകൾ ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി കൂട്ടിയിട്ട് ആ കടം തീർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പണം എടുത്തിട്ട് വല്ല ഭണ്ണാരത്തിൽ അമ്പലങ്ങളിലോ അങ്ങനെയുള്ള കാണിക്ക വഞ്ചികളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നതാണ്. അത് അവരവരുടെ ഇഷ്ടത്തിന് അമ്പലത്തിലെ പൂജാതികർമ്മ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനോ അങ്ങനെ എന്തിനു വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിലെന്നും പോസിറ്റീവായിട്ട് ആ ഒരു അന്തരീക്ഷം നിൽക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കർപ്പൂരം പൊടിച്ചെടുക്കുക. അതും അതിൻ്റെ കൂട്ടത്തിൽ കുങ്കുമവും ചന്ദനവും മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് പനിനീരുണ്ടല്ലോ, റോസ് വാട്ടറിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഉമ്മറപ്പടിയിലോ മെയിൻ ഡോറിനോ സ്വസ്തിക് ചിഹ്നം വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നും ആ വീട്ടിലോട്ട് മഹാലക്ഷ്മിയുടെ ഐശ്വര്യവും കടാക്ഷവും ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പിന്നെ പച്ചക്കർപ്പൂരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗമുണ്ട്. അപ്പം പച്ചക്കർപ്പൂരം എപ്പോഴും നമ്മളിപ്പം നിത്യം ഉപയോഗിക്കുന്ന പേഴ്സിലാണെങ്കിലും ഒരു തുണ്ട് പച്ചക്കർപ്പൂരം വെക്കാനായിട്ട് ശ്രമിക്കാം. പച്ചക്കർപ്പൂരം, ഏലക്കായ, നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അതിനെ തൊട്ട് അടുത്തായിട്ട് ഒരു മൺപാത്രം അല്ലെങ്കിൽ കുപ്പിയുടെ ജാറേ പറ്റത്തുള്ളൂ, പ്ലാസ്റ്റിക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ആ ഒരു മൺപാത്രത്തിൽ കുറച്ച് അരിമണി, ഒരു കഷ്ണം പച്ചക്കർപ്പൂരം, 2 ഏലക്ക, ഒരു കോയൻ, 2 ഗ്രാമ്പു, ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമ്മളൊരു ചുവന്ന തുണി വെച്ചിട്ട് അതിൻ്റെ തലഭാഗം കെട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ കിച്ചണിൽ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് എന്നും സമൃദ്ധിയോടുകൂടി ഉണ്ടാവുമെന്നാണ് പറയണത്. അപ്പം പിന്നെ നമ്മുടെ കിച്ചണിൽ എപ്പോഴും സമൃദ്ധിയായിട്ടിരിക്കുന്ന വീടുകളിൽ എന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് എന്നും സന്തോഷമായിട്ടിരിക്കാൻ പറ്റും അല്ലേ. പട്ടിണി മാറിയാൽ തന്നെ ഒത്തിരി സന്തോഷമല്ലേ അല്ലേ. അപ്പോൾ പച്ചക്കർപ്പൂരം ഇനി നിങ്ങൾ അറിയില്ലെങ്കിൽ പച്ചക്കർപ്പൂരം ഇനി വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. ഒരു ചെറിയൊരു കാര്യം കൊണ്ട് നമുക്ക് ഒത്തിരി നിസ്സാരമായിട്ട് കണ്ടിട്ട് ആരും തള്ളിക്കളയാതെ നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക. ഇനി ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കാം. അതുകൊണ്ട് അത്ര വരയ്ക്കും എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.